മർക്കോസിൻ്റെ സുവിശേഷ പഠനത്തിലേക്ക്, അതിൻ്റെ 18ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സൂമിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഈ രണ്ട് പ്ലാറ്റ്ഫോമിലൂടെയും ദൈവവചനം പലയിടങ്ങളിലായിരുന്നു കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം അറിയിക്കുകയാണ്. ദൈവവചനമായ ബൈബിളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. അത് നാം പറയാറുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവചനം എന്നുള്ളത്. കാരണം ദൈവവചനം നമ്മെ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലേക്ക് നടത്തുന്നതാണ്. അതുകൊണ്ട് ആ വചനത്തെ നാം ഗൗരവമായി കരുതണം. ഫലപ്രദമായൊരു ജീവിതത്തിലേക്ക് ഈ ദൈവവചനം നമ്മെ നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. 1-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തെ, അവിടുത്തെ വചനങ്ങളെ രാവും പകലും വായിച്ച് ധ്യാനിക്കുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അതെ, ഈ വചനങ്ങൾ നാം ബുദ്ധിയിലാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അത് ബുദ്ധിയിൽ മനസ്സിലാക്കി കേവലം അറിവായിട്ട് മാത്രം നാം വെച്ചുകൊണ്ടിരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അറിവിൻ്റെ തലത്തിൽ നിന്നും ബുദ്ധിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുകയും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്തകൾ ഇവയെല്ലാം സ്വാധീനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നാം രണ്ട് സഹോദരന്മാരുടെ അവരുടെ ആഗ്രഹത്തെക്കുറിച്ച്, ആംബിഷനെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ രണ്ട് വശത്തായിട്ട് ഇരിക്കുവാൻ അനുവാദം ചോദിച്ചു. എങ്കിലും യേശു അങ്ങനെയുള്ള അനുവാദമൊന്നും അവർക്ക് കൊടുത്തില്ല. അതിനുശേഷം അന്ധനായിരുന്ന ബർത്തിമായിക്ക് യേശു കാഴ്ച തിരികെ കൊടുക്കുന്ന ആ സംഭവവും നാം ചിന്തിച്ചു. അതിൽ കൂടെയൊക്കെയുള്ള പല ആത്മീക സത്യങ്ങളും നാം പഠിക്കുകയുണ്ടായി. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബൈബിൾ തുറക്കാം, ആ ഭാഗങ്ങൾ നോക്കാം. ഇന്നത്തെ പഠന ഭാഗത്തെ 4ആയിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. 1, യെരുശലേമിലേക്കുള്ള വിജയകരമായ യേശുവിൻ്റെ പ്രവേശനം, ആദ്യത്തെ 11 വചനങ്ങൾ. യേശു ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗം 12 മുതൽ 14 വരെ വചനങ്ങളിലും, താൻ യെരുശലേമിലെ ദൈവാലയത്തിൽ കടന്ന് അതിനെ ശുദ്ധീകരിക്കുന്ന ഭാഗം 15 മുതൽ 19 വരെ വചനങ്ങളിലും, ഒടുവിലായി ഉണങ്ങിപ്പോയ അത്തിവൃക്ഷത്തിൽ നിന്ന് ഉള്ള ചില പാഠങ്ങൾ യേശു പഠിപ്പിക്കുന്നു. അത് 20 മുതൽ 26 വരെ വചനങ്ങളിലാണ്. 1-ാം ഭാഗം യേശുവിൻ്റെ യെരുശലേം ദൈവാലയത്തിലേക്കുള്ള വിജയകരമായ പ്രവേശനം, ഹിസ് ട്രയംഫൽ എൻട്രി ഇൻ ജെറൂസലേം, അതാണ് നമ്മുടെ ഒന്നാമത്തെ വിഷയം. 11-ാം അധ്യായം 1 മുതൽ 11 വരെ നമുക്ക് നോക്കാം. അതിൻ്റെ പശ്ചാത്തലം കൂടെ ഞാൻ ചില വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ. യേശുവിൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് യേശു വടക്കൻ ഗലീല പ്രദേശങ്ങളിൽ നിന്ന് തെക്കൻ ഭാഗത്തേക്ക്, അതായത് യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് വരികയായിരുന്നു. ചില ആഴ്ചകളായിട്ട് വടക്കേ അറ്റത്തുള്ള മറുരൂപമലയിൽ ഹെർമോൻ പർവ്വതമായിരിക്കാം, അവിടെ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ച് കൈസരിയ ഫിലിപ്പി വഴി കഫർന്നഹൂമിൽ വന്ന് അവിടുന്ന് പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്ത് എരിഹോവിൽ കൂടെ യേശു യെരുശലേമിലേക്ക് യാത്ര പോരുകയാണ്. ആ ഭാഗമാണ് നാം അവിടെ 1-ാമത്തെ വചനത്തിൽ വായിക്കുന്നത്. 1-ാം വാക്യത്തിൽ, അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മല അരികെ ബേത്ത്ഫാഗയിലും ബേഥാന്യയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നാം ഇവിടെ കാണുന്നു, യേശു യെരുശലേമിലേക്ക് വന്നു കഴിഞ്ഞു. യെരുശലേമിൻ്റെ ചില ഗ്രാമങ്ങളിൽ ബേഥാന്യയിലും ബേത്ത്ഫാഗയിലും ഒക്കെയാണ് താൻ പാർക്കുന്നത് എന്ന് അവിടെ കാണാൻ സാധിക്കും. ബേഥാന്യയും അതുപോലെ ബേത്ത്ഫാഗയും ഒക്കെ യെരുശലേമിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. 1-ാം വാക്യം നാം ഇവിടെ വായിച്ചു കേട്ടുവല്ലോ. ഈ 1-ാം വാക്യത്തിലെ സംഭവം പെസഹ പെരുന്നാളിൻ്റെ ആ ആഴ്ച തന്നെയാണ്. അതിൻ്റെ ആ ഞായറാഴ്ച ദിവസം, അന്നാണ് ഈ കാര്യങ്ങൾ അവിടെ പറയുന്ന കാര്യം സംഭവിച്ചത്. യേശു യെരുശലേമിനോട് സമീപിച്ചു. അതൊരു ഞായറാഴ്ച ദിവസമായിരിക്കാം. യഹൂദന്മാരുടെ അവരുടെ ശബത്ത് ശനിയാഴ്ചയാണ്. ശബത്ത് കഴിഞ്ഞു. ആ അടുത്ത ദിവസം, ഞായറാഴ്ച ദിവസം, യേശു യെരുശലേമിലേക്ക് വരികയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ ഒരു മറ്റൊരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വചനത്തിൽ കാണാൻ സാധിക്കും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ നോക്കുക, പെസഹ പെരുന്നാളിന് 6 ദിവസം മുമ്പേ
യേശു വന്നു. അതായത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പുള്ള ഒരാഴ്ചയിലെ സംഭവങ്ങളാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. യേശു തൻ്റെ ക്രൂശിലേക്ക് വളരെ അടുത്ത് വന്നു കഴിഞ്ഞു. ഈ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് എന്താണ് യെരുശലേമിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പല വിവിധ രാജ്യങ്ങളിലും പെട്ട യഹൂദന്മാർ, റോമ സാമ്രാജ്യത്തിൽ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്ന യഹൂദന്മാരൊക്കെയും പെസഹ പെരുന്നാളിൻ്റെ ഒരാഴ്ച കാലം ഈ ആഘോഷത്തിന് വേണ്ടി, ഈ ഉത്സവത്തിന് പങ്കെടുക്കുവാൻ അവർ റോമൻ സാമ്രാജ്യത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന്, അവർ പല ഭാഷകൾ സംസാരിക്കുന്നവരാണ്, അവരെല്ലാവരും യെരൂശലേമിൽ ഒത്തുകൂടുകയും സന്തോഷകരമായ ഈ പെസഹ പെരുന്നാളിൽ പങ്കെടുക്കുകയും അവർ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ സമയത്ത് യേശു യെരൂശലേമിൽ വന്ന ഈ സമയത്ത് അനേകം യഹൂദന്മാർ വലിയ കൂട്ടം കൂട്ടമായിട്ട് യെരൂശലേമിൽ വന്നെത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ, അവർ യേശു വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നോക്കിയിരിക്കുന്നത്. യേശു എന്നുള്ള വലിയ ഗുരു യെരൂശലേമിൽ ഈ പെസഹ പെരുന്നാളിന് വരികയില്ലേ എന്നവർ ചിന്തിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എടുക്കാം. അവിടെ 55 മുതലുള്ള വചനങ്ങളിൽ ആ കാര്യം അവിടെ കാണാം. ഈ ലാസറെയൊക്കെ ഉയർപ്പിച്ച ശേഷം യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കിയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരൂശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. ദൈവാലയത്തിൽ നിന്നുകൊണ്ട് എന്ത് തോന്നുന്നു, അവൻ പെരുന്നാളിന് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണം എന്ന് കൽപ്പന കൊടുത്തിരുന്നു. അങ്ങനെ വളരെ കലുഷിതമായ, ടെൻസായ, പ്രയാസം നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് യേശു യെരൂശലേമിൽ വന്നിരിക്കുന്നത്. നാം പെട്ടെന്ന് ഇത് വായിച്ചു പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുകയില്ല. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരാഴ്ചയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് നാം അറിഞ്ഞുകൊള്ളണം. അതിൻ്റെ മർക്കോസ് 11-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവീൻ, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. ഈ വചനത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ നാം കാണുന്ന കാര്യം, യേശു സർവശക്തിയുള്ളവനാണ്. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും യേശുവിന് അറിവുണ്ട്. അതുമാത്രമല്ല, യേശുവിന് ഭാവിയെക്കുറിച്ച് ചില പദ്ധതികളൊക്കെ ഉണ്ട്. വരുന്നത് പോലെ കാര്യങ്ങളങ്ങ് പോവുക എന്നുള്ളതല്ല. തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ യേശുവിന് ഒരു പദ്ധതി, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നമുക്കും ഒരു നല്ല ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ പോരാ. ചില പ്ലാനുകളും, അത്യാവശ്യം ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ, ചില പ്ലാനുകളൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ അടുത്ത ഗ്രാമത്തിൽ ചെന്ന് ഇന്ന സ്ഥലത്ത് ചെന്ന് ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണം. ഇതെന്തുകൊണ്ടാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് അതിൻ്റെ ഉടമസ്ഥരോ മറ്റാരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുകയും. പ്രിയപ്പെട്ടവരെ, ഈ കഴുതക്കുട്ടി ആരെ ചിത്രീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? ദൈവമക്കളായ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയുമാണ് ഈ കഴുതക്കുട്ടി റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്. നാം ഒക്കെയും കെട്ടപ്പെട്ട കഴുതക്കുട്ടികളായിരുന്നു. പാപത്തിൻ്റെ ബന്ധനത്തിൽ നാം കെട്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശു നമ്മെ കണ്ടിട്ട് നമ്മുടെ കെട്ട് അഴിച്ചുവിട്ടു എന്ന് കാണാൻ സാധിക്കും. എന്തിനാണ് നമ്മെ അഴിച്ചുവിട്ടത്? യേശു പറഞ്ഞു, കർത്താവിന് ഈ കഴുതക്കുട്ടിയെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ആവശ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ കർത്താവിനായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. അതെ, നാം അനുസരിക്കുമ്പോൾ അതിലൊരു അനുഗ്രഹമുണ്ട്. ഈ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതനുസരിച്ചു, കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ടുവന്നു. ഈ കഴുതക്കുട്ടിയെക്കുറിച്ച് 7-ാം വാക്യം മുതൽ വായിക്കാൻ കഴിയും. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയായിരുന്നു എന്ന് അതിനിടയിലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു യാത്രക്കാരനെ വഹിച്ചു കൊണ്ടുപോകാനുള്ള പരിചയമൊന്നും ഈ കഴുതക്കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അത് ടൈംഡ് അല്ല, അൺടൈംഡായ, പരിശീലനമില്ലാത്ത ഒരു കഴുതക്കുട്ടിയാണ്. എന്നാൽ ഈ കഴുതക്കുട്ടി യേശു അതിൻ്റെ പുറത്ത് കയറി ഇരുന്നപ്പോൾ ക്രിസ്തുവിന് ആ കഴുതക്കുട്ടി വിധേയപ്പെട്ടു കൊടുത്തു, സബ്മിറ്റ് ചെയ്തു കൊടുത്തു. നാം ഒക്കെയും നമ്മുടെ സ്വയത്തിന്, നമ്മുടെ ഈഗോയ്ക്ക്, സ്വയത്തിന് മരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ, നമ്മുടെ മേൽ യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ആ കാര്യം ഈ കഴുതക്കുട്ടിയുടെ ചിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതെ,
എന്നിട്ട് നാം കാണുന്നു ആളുകളെല്ലാം വളരെ സന്തോഷമായിട്ട് അവരുടെ വസ്ത്രമൊക്കെയും കഴുതക്കുട്ടിയുടെ മേൽ വിരിച്ചു, യേശുവിനെ അതിന്മേൽ കയറ്റി ഇരുത്തി, അല്ലെങ്കിൽ യേശു കയറിയിരുന്നു. അവർ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. ഇത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവർ ക്രിസ്തുവിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെയും ചെയ്തത്. പിന്നെ പറമ്പുകളിൽ നിന്ന് ചിലർ ചില്ലിക്കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. 9-ാം വാക്യം, മുമ്പും പിമ്പും നടക്കുന്നവർ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം, നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഇവിടെ ഈ ജനമൊക്കെയും വളരെ സന്തോഷത്തിലാണ്, ഒരു നല്ല സന്തോഷമുള്ള മൂഡിലാണ്. അവർ യേശുവിനെ ആദരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നാം ഭയഭക്തിയും ബഹുമാനവും ആദരവും കൊടുക്കുന്നവരാണോ? യേശുവിന് നാം ആദരവ് കൊടുക്കുന്നവരാണോ? ഈ ജനം യേശുവിനെ ആദരിച്ചു. അവർ ഈ ക്രിസ്തുവിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഈ യേശു തങ്ങളെ റോമൻ ഭരണാധികാരികളുടെ ആ ഭരണത്തിൽ നിന്നും ഈ യേശു തങ്ങളെ രക്ഷിക്കും, വിടുവിക്കും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് ഹോശന്ന എന്ന് അവർ വിളിച്ചു പറഞ്ഞത്. ആ ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്ന് യേശുവിനോടുള്ളൊരു പ്രാർത്ഥനയാണ്. മൂലഭാഷ ഹെബ്രായ ഭാഷയാണ്. ഹെബ്രായ ഭാഷയിൽ 2 വാക്കുകൾ ചേരുന്നതാണ് ഹോശന്ന എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. യാഷ എന്നും അന്ന എന്നും 2 വാക്കുകൾ. യാഷ, അന്ന. ഈ വാക്കിൻ്റെ അർത്ഥം യാഷ എന്ന് വെച്ചാൽ ഡെലിവർ അസ്, ഞങ്ങളെ വിടുവിക്കണമേ. അന്ന എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അങ്ങയോട് അപേക്ഷിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. സേവ് അസ് നൗ വി പ്രേ. അതാണ് ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം. പല ആളുകളും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ എന്നുള്ള അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ശരിയായ ആശയം ഞങ്ങളെ ഇപ്പോൾ വിടുവിക്കണമേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവർ യേശുവിനോട് നിലവിളിച്ചു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളൊക്കെയും വിളിച്ചു പറഞ്ഞു. എന്നാൽ നാം കാണുന്ന കാര്യം, ഈ ജനക്കൂട്ടം തന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക എന്നും വിളിച്ചു പറഞ്ഞു. ജനത്തിൻ്റെ ആശയങ്ങളും ചിന്തകളും മാറുന്നത് വളരെ പെട്ടെന്നാണ്. ഈ ജനത്തെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. യേശുവിനോട് ഭക്തിയോടെ യേശുവിൻ്റെ പിന്നാലെ യേശുവിന് ജയ് വിളിച്ചുകൊണ്ട് നടന്ന ജനം, ഒരുപക്ഷെ അവരിൽ പല ആളുകളും ഒരാഴ്ചക്കകം തന്നെ അവരുടെ ശബ്ദങ്ങളൊക്കെ മാറി അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ച ജനക്കൂട്ടവും അതിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. 118-ാം സങ്കീർത്തനം 25-ാം വാക്യം നോക്കുക. Psalm 118 verse 25. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഏതാണ്ട് ഈ വാക്കുകൾ തന്നെയാണ് ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ മർക്കോസ് ഉദ്ധരിച്ചിരിക്കുന്ന ഈ വേദഭാഗവും ഈ സങ്കീർത്തന വചനങ്ങളോട് ചേർന്ന് വരുന്നതാണ്. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ദാവീദ് പുത്രന് ഈ കുഞ്ഞുങ്ങളും മുതിർന്നവരൊക്കെയും ഹോശന്ന പാടി, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ എന്നാണ് അവർ പാടിയത്. ഈ പറഞ്ഞ വാക്കുകളൊക്കെയും പ്രവചന നിവൃത്തിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. 2 വചനങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 14-ാം വാക്യം, 14-ഉം 15-ഉം വാക്യങ്ങൾ. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഒരു പ്രവചന നിവൃത്തിയാണ് യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയത് എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇനി ആ പ്രവചനം ഏതാണെന്ന് നമുക്ക് നോക്കാം. സെഖര്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വചനം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. വലിയ രാജാക്കന്മാരും സൈന്യാധിപന്മാരും ഒക്കെയും ഈ കഴുതപ്പുറത്ത് യാത്ര ചെയ്യാറില്ല, അവർ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ യേശു തൻ്റെ എളിമയും താഴ്മയും താനൊരു ദാസനാണെന്ന് കാണിക്കുവാനും വേണ്ടി തൻ്റെ സൗമ്യത പ്രകടിപ്പിച്ചുകൊണ്ടാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്തത്. ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ ആശയം നാം ഒക്കെയും ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ആ ഒരു എളിമയും സൗമ്യതയും നമ്മുടെ ജീവിതത്തിലും നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും യേശു പരിഹരിക്കും എന്ന് നാം എപ്പോഴും അങ്ങനെ ചിന്തിക്കരുത്. ഒരു വളരെ ഈസിയായ
സന്തോഷകരമായ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ജീവിതത്തെയാണ് പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ കഷ്ടാനുഭവങ്ങളും യേശുവിൻ്റെ അക്കാര്യത്തിലാണെങ്കിൽ വരാൻ പോകുന്ന മരണവും ക്രൂശിലെ നിന്ദ്യമായ ആ പീഡനങ്ങളും മരണവും ഒക്കെയും പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പാടാനും ജയ് വിളിക്കാനും ഒക്കെ ജനത്തിന് സന്തോഷമാണ്. എങ്കിലും യേശു അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടും മരണവും ഒന്നും പൊതുവെ ആളുകൾക്ക് ഇഷ്ടമല്ല. 11-ാം വാക്യം നോക്കുക. യേശു ദൈവാലയത്തിൽ ചെന്നു, ദൈവാലയത്തെയൊക്കെ നോക്കി മനസ്സിലാക്കി, ചുറ്റും നോക്കിയ ശേഷം 11-ാം വാക്യം, നേരം വൈകിയതുകൊണ്ട് ബേഥാന്യയിലേക്ക് മടങ്ങിപ്പോയി. യേശു എല്ലാ കാര്യങ്ങളും ധൃതി വെച്ച് പെട്ടെന്ന് ചെയ്യുമായിരുന്നില്ല. യേശുവിന് ദൈവാലയത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്നാലൊക്കെ നോക്കി മനസ്സിലാക്കി നാളെ ചെയ്യാം. ഹി വാസ് നോട്ട് ഇൻ എ ഹറി. വളരെ തിരക്ക് പിടിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാമും ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് കാര്യങ്ങൾ അനുവദിച്ചു തരുമ്പോൾ അത് ചെയ്യണം. യേശു തിരക്കുള്ളവനായിരുന്നില്ല. നാളെ ആകട്ടെ എന്ന് ഒരു ദിവസം കൂടെ അതിനുവേണ്ടി കൊടുക്കുവാൻ യേശുവിന് മനസ്സായിരുന്നു. നമുക്ക് 2-ാം ഭാഗത്തിലേക്ക് പോകാം. യേശു ബേഥാന്യയിൽ പോയി താമസിച്ചു. ഒരുപക്ഷേ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിലായിരിക്കാം അവിടെ പോയി താമസിച്ചത്. നമുക്ക് തുടർന്നുള്ള 2-ാം ഭാഗം, യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ആ ഭാഗം എടുക്കാം. 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. പിറ്റേന്നാൾ അവർ ബേഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇല അല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്കിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. 3 വാക്യങ്ങളിൽ ആ ഒരു ചെറിയ സംഭവം എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ 11 മുതലുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് 18 വരെയുള്ള വചനങ്ങളിൽ നാം നോക്കിയാൽ സാധാരണ സംഭവിക്കാത്ത അൺയൂഷ്വലായ അസാധാരണമായ 2 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് അവിടെ കാണാം. ഒന്ന്, യേശു ഒരു അത്തിവൃക്ഷത്തിന് ശാപം കൊടുക്കുന്നു, അത് ഉണങ്ങിപ്പോകുന്നു. 2, താൻ ദൈവാലയത്തിൽ കടന്നുചെന്ന്, യെരുശലേം ദൈവാലയത്തിൽ കടന്നുചെന്ന് അതിനെ ശുദ്ധീകരിക്കുന്നു, അവിടെയുള്ള വ്യാപാരികളെയും ഒക്കെ അടിച്ച് പുറത്താക്കുന്നു. ഈ 2 കാര്യങ്ങൾ അവിടെ യേശു ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അത്തിവൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞാൽ യേശു ഒരു ഉപമ അവിടെ അഭിനയിച്ച് കാണിക്കുകയായിരുന്നു, അവിടെ ചെയ്ത് കാണിക്കുകയായിരുന്നു. അതൊരു ഉപമ പോലെയാണ്. ഈ അത്തിവൃക്ഷത്തിൻ്റെ കാര്യവും അത് ഉണങ്ങിപ്പോകുവാനായിട്ട് യേശു അതിനോട് സംസാരിച്ചതുമൊക്കെ ഏതാണ്ട് ഈ ജനങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഒരു ഉപമയായിട്ടാണ് പറഞ്ഞത്. ഇത് ആലയത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് യേശു ചെയ്തത്. ഈ 2 കാര്യങ്ങളെയും ഒന്നിച്ച് ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാകും. അതായത് ആലയം എന്ന് വെച്ചാൽ ആരാധനയ്ക്കുള്ളതാണ്. അത്തിവൃക്ഷം എന്ന് വെച്ചാൽ അത് ഫലം കൊടുക്കുവാനായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപമയിൽ ഈ ഭാഗത്ത് നാം കാണുന്നു, ഈ 2 കാര്യങ്ങളും അവിടെ സംഭവിച്ചില്ല. ദൈവാലയത്തിൽ ആരാധനയില്ല, ഈ അത്തിവൃക്ഷത്തിലാണെങ്കിൽ ഫലവുമില്ല. രണ്ടും സിമിലറായിരിക്കുന്ന, ഏതാണ്ട് ഒരുപോലെ പോകുന്ന 2 കാര്യങ്ങളെയാണ് യേശു ഇവിടെ ഈ പ്രകടിപ്പിച്ച, താൻ ചെയ്ത് കാണിച്ച ഈ ഉപമയിലൂടെ നമുക്ക് വെളിവാകുന്നു. നമ്മെ തന്നെ, പ്രിയമുള്ളവരെ, നമ്മെ തന്നെ പരിശോധിക്കണം. ഈ അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയുന്നു, അത് വളരെ ഇലയുള്ള ഒരു അത്തിവൃക്ഷമായിരുന്നു. ദൂരെ നോക്കിയാൽ അത് ഫലം കൊടുക്കുന്ന ആണെന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുന്നത് പോലെയാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോമിസിങ് ട്രീ. അതിൽ ഫലമുണ്ടാകും എന്നാരും ചിന്തിച്ചു പോകും. എങ്കിലും അടുത്ത് ചെന്നപ്പോൾ അതിൽ ഫലമൊന്നുമില്ല. ഈ അത്തിവൃക്ഷമൊക്കെ നല്ലതായിട്ട് ഇലയൊക്കെ വളർന്നു വന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അതിൽ കായ പിടിക്കുന്നത്. എന്നാൽ കായയുടെ സമയം വരുന്നതേ ഉള്ളൂ. എങ്കിലും ചില തലപ്പഴങ്ങൾ, ആദ്യ ഫലങ്ങളൊക്കെയും അതിലുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാ വൃക്ഷങ്ങളിലും ആദ്യം കുറേ കായകളുണ്ടാകും. എന്നാൽ അതും ഇതിൽ ഉണ്ടായിരുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. ഈ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം, പ്രിയപ്പെട്ടവരെ, ഇത് യഹൂദന്മാരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉപമയാണ്. അത്തിവൃക്ഷം മിക്കപ്പോഴും യഹൂദൻ്റെ ഒരു ചിത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഥനയേലിനോട് പറഞ്ഞു, നിന്നെ അത്തിവൃക്ഷത്തിന് കീഴിൽ വെച്ച് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഭാഗം നാം പഠിച്ചിട്ടുണ്ടല്ലോ. യേശുവിടെ ഈ അത്തിവൃക്ഷത്തിൻ്റെ കാര്യത്തിൽ
കുറച്ച് കർശനമായ ചില വാക്കുകളാണ് സംസാരിക്കുന്നത്. അത് ഇസ്രായേലിനോടും ഇന്ന് ദൈവസഭയോടും അത് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇലകൾ മാത്രം പോരാ, നിങ്ങൾക്ക് വരങ്ങൾ മാത്രം പോരാ, നിങ്ങൾക്ക് ഫലവും ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫലമില്ല? നിങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും ഫലം കൊടുക്കുന്നുണ്ടോ? അതോ കേവലം വെറും വാക്കുകൾ മാത്രമേ ഉള്ളൂ? പലരുടെയും പ്രസംഗങ്ങളും പ്രാർത്ഥനയും ഒക്കെ വെറും ശബ്ദങ്ങളും വാക്കുകളും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കേവലം വാക്കുകളും ശബ്ദങ്ങളും മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കണം. ക്രിസ്തുവിന് കൊള്ളാകുന്ന ഫലം നാം പുറപ്പെടുവിക്കണം. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ഈ അത്തിവൃക്ഷത്തെ പോലെ ഫലമില്ലാത്ത ഒരു വൃക്ഷമാണോ എന്ന് ഇന്ന് വൈകുന്നേരം നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, വിശ്വാസവും അത് പ്രവൃത്തികളില്ലെങ്കിൽ അത് നിർജീവമാകുന്നു, അത് ചത്തതാകുന്നു. ഫെയ്ത്ത് വിതൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം, ഫലമുണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ഇവിടെ പറയുന്നു അതിനെ വെട്ടിക്കളയുക എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. എന്നാൽ അതിനെ വെട്ടിക്കളയാതെ കുറച്ചുകൂടെ ക്ഷമയോടെ അതിൻ്റെ തോട്ടക്കാരൻ അതിനെ പരിചരിക്കുന്നു. ഇനി അടുത്ത വർഷം ചിലപ്പോൾ ഫലം കായ്ച്ചേക്കാം എന്ന് പറയുന്നു. നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ദൈവം സമയം നീട്ടിത്തരുകയാണ്. ദൈവത്തിനായി നാം ഫലപ്രാപ്തി ഉണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോകാം. യേശു ദൈവാലയത്തിൽ കടന്നു എന്ന് അതിനെ ശുദ്ധീകരിക്കുന്ന ഭാഗമാണ് മൂന്നാമത്തേത്. അത് 11-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യെരുശലേമിൽ യേശു എത്തിച്ചേർന്നു, ദൈവാലയത്തിൽ എത്തിച്ചേർന്നു, ദൈവാലയത്തിൽ കടന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻ വാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ അവൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമുള്ള വേദഭാഗങ്ങളാണ്. ഇതിൽ ചില ആത്മീയ സത്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, യേശു ഇവിടെ വളരെ ജെന്റിലായിട്ട് നിങ്ങളിതെല്ലാം ഒന്ന് കൊണ്ടുപോകുമോ എന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയല്ല. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള, തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് യേശുവിനെ തിന്നു കളഞ്ഞതുകൊണ്ട് അവിടെ വളരെ ഫേമായിട്ട്, വളരെ ശക്തിയോടെ, വളരെ സ്ട്രിക്റ്റായിട്ട് താൻ സംസാരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻ വാണിഭക്കാരെയും കണ്ടിട്ട് 15-ാം വാക്യം, കയറുകൊണ്ട് ഒരു ചമ്മട്ടി അഥവാ ചാട്ട ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻ വാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. ഇങ്ങനെയൊക്കെ ഒരു വലിയ പെരുന്നാൾ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഇതൊക്കെ ഒരാൾ പോയി ചെയ്യണമെങ്കിൽ യേശു തന്നെയായിരിക്കും ഇത് ചെയ്ത്. ശിഷ്യന്മാരൊക്കെയും ഇത് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ ആ വലിയ ഒരു സംഘടന, വലിയൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ട്. ആലയവും അതിൻ്റെ കൂടെയുള്ള ബിസിനസ്സും മഹാപുരോഹിതന്മാരും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഈ വർഷങ്ങളായിട്ട് ഈ ബിസിനസ്സും കാര്യങ്ങളും ആലയത്തിൽ നടന്നു പോരുന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് ഗലീലയിൽ നിന്ന് ഒരുവൻ വന്ന്, ഒരു ഗുരു വന്ന് ഇവിടെ വലിയ പ്രശ്നമുണ്ടാക്കുന്നു. അത് പുരോഹിതന്മാർക്കും ഒന്നും പിടിച്ചില്ല. യേശു അവിടെ വളരെ ഒരു രീതിയിൽ പറഞ്ഞാൽ അവൻ വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയൊന്നുമല്ല ചെയ്യുന്നത്. കോപത്തോടെ അവരെ നോക്കിക്കൊണ്ട് ഇത് പറ്റുകയില്ല, ഇവിടുന്ന് കൊണ്ടുപോ എന്നുള്ള വളരെ ശക്തമായ വാക്കുകളാണ് യേശു അവിടെ ഉപയോഗിക്കുന്നത്. യേശു അവിടെ ചെയ്തത് ബിസിനസ് ചെയ്യുന്ന ആളുകളെ അവിടുന്ന് പുറത്താക്കി. യേശുവിൻ്റെ ആ സീൽ, ആ ശുഷ്കാന്തി ആണ് അവിടെ കാണുന്നത്. ദൈവത്തിന് വേണ്ടിയുള്ള ശുഷ്കാന്തിയാണ് നാം അവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവിക കാര്യങ്ങളിൽ ഒരു ശുഷ്കാന്തി വേണം. യേശു അവിടെ കോപിച്ചു, വളരെ മോഹഭാവമൊക്കെ മാറിക്കാണും. അവരെ അവിടുന്ന് വിരട്ടി ഓടിച്ചു വിടുമ്പോൾ വളരെ ശക്തിയോടെയാണ് താൻ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള യേശുവിൻ്റെ ആ പ്രവൃത്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരല്പം കോപം യേശുവിനുണ്ടായി എന്നവിടെ കാണാൻ സാധിക്കും. എങ്കിലും അത് പാപകരമായ ഒരു കോപമായിരുന്നില്ല യേശുവിനുണ്ടായിരുന്നത്.
ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടിയാണ് ആ ഒരു നിലപാട് താൻ എടുത്തതെന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ഈ ആലയത്തിൽ ചെയ്തത്? അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെയുള്ള ഈ നാണയമാറ്റക്കാർ, പൊൻവാണിഭക്കാർ എന്ന് പറഞ്ഞാൽ പണം എക്സ്ചേഞ്ച് ചെയ്യുന്നവരാണ്. പല രാജ്യങ്ങളിൽ നിന്നും വന്ന യഹൂദന്മാർക്ക് ഇവിടെ പണം കൈമാറ്റം ചെയ്യണം. അവിടെ ആലയത്തിൽ കൊടുക്കേണ്ട പ്രത്യേക പണം അവിടെ മാത്രമേ കിട്ടുകയുള്ളൂ. അത് എക്സ്ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ആടുകളെയും പക്ഷികളെയും പ്രാവുകളെയും ഒക്കെ വിൽക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് വലിയൊരു ബിസിനസ്സാണ്. ഒരാഴ്ച ഭയങ്കരമായ ബിസിനസ്സാണ്. വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർ പിടിച്ചുപറിക്കാരെ പോലെയാണ് അവിടെ ചെയ്യുന്നത്. ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ആടിനെയും പ്രാവിനെയും ഒന്നും കൊണ്ടുവരാൻ സാധ്യമല്ല. ഇവിടെ നിന്ന് വാങ്ങിച്ചേ പറ്റൂ. അങ്ങനെയാണ് അവിടുത്തെ നിയമം. അവിടെ എന്ന് മാത്രമല്ല, വിജാതീയരായ ആളുകൾക്ക് വന്ന് ദൈവത്തെ വണങ്ങുവാനുള്ള ഒരു പ്രാകാരത്തിൻ്റെ ഒരു ഭാഗം അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെയാണ് ഈ കച്ചവടക്കാർ വന്ന് കൈയടക്കിയത്. അവരുടെ സ്റ്റാളുകളും എല്ലാം അവിടെ ഇട്ടിട്ട് വിജാതിയർക്ക് ആരാധിക്കുവാൻ അവസരമില്ലാത്ത അളവിൽ ആ സ്ഥലമെല്ലാം ഈ വ്യാപാരികൾ കൈയടക്കി. ചില വചനങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 56-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന് മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഈ വചനമൊക്കെയാണ് യേശുവിൻ്റെ ഈ പ്രവൃത്തിയിൽ നിവൃത്തിയായത്. യിരെമ്യാവ് 7-ാം അധ്യായം 11-ാം വാക്യം നോക്കുക. യിരെമ്യാ 7:11. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ 2 വചനങ്ങളും കൂടെ ചേർത്താണ് യേശു അവിടെ അവരോട് പറയുന്നത്. ഇത് വിജാതിയരുൾപ്പെടെ അവർക്കും കൂടെ വന്ന് ആരാധിക്കാനുള്ള ഒരു ഇടമാണ്. അവിടെ നിങ്ങൾ കൈയടക്കി നിങ്ങൾ ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കുന്നു. യേശുവിന് ഈ കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിൻ്റെ ആലയം, ആരാധന, പ്രാർത്ഥന, ദൈവികമായ കാര്യങ്ങളുടെ മറവിൽ ഇവർ ലാഭം ഉണ്ടാക്കുകയാണ്. ഈ ലാഭത്തിൻ്റെ ഒരു പങ്ക് പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും എല്ലാം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് അവിടെ നടന്നു വരുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ നാം ആരെങ്കിലും ധനമുണ്ടാക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പ്രശസ്തി നേടുകയോ നമുക്ക് മഹത്വം അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുകയും പ്രാർത്ഥനയിലോ പ്രസംഗത്തിലോ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്നെ തന്നെ ഉയർത്തുകയും എനിക്ക് മഹത്വം വരുത്തുകയും എനിക്ക് നേട്ടമുണ്ടാക്കുകയും ചെയ്യുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല എന്ന് കർത്താവിനോട് പറയാമോ? സെഖര്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം 21-ാം വചനം. യെരൂശലേമിലെ യഹൂദയിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. അന്ന് മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാവുകയില്ല. ഇനിയും വരാൻ പോകുന്ന കാര്യമാണ്. യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും, വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനും അവിടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് ദൈവസഭയെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവസഭയിൽ ഒരു ബിസിനസ്സുകാരനും, അത് പ്രസംഗിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ മറ്റേത് മിനിസ്ട്രി ചെയ്യുന്നവരാകട്ടെ, സുവിശേഷം പ്രസംഗിക്കുന്നവരാകട്ടെ, ഒരു ലാഭ ഇച്ഛയോടെ, സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള ലാഭേച്ഛയോടെ കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകുമ്പോൾ അതിൽ അനുഗ്രഹമല്ല, ഒരു ശാപമാണ് ഉണ്ടാവുക എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവാലയത്തിൽ ഒരു ബിസിനസ്സും ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനാലയത്തെ അതിൻ്റെ ഉദ്ദേശം തന്നെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വ്യാപാരം നടത്തുന്നു, നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. നല്ല മനസ്സോടെ, ശുദ്ധമായ ഹൃദയത്തോടെ കർത്താവിൻ്റെ സേവ ചെയ്യുവാൻ നമ്മെ തന്നെ ഇന്ന് വീണ്ടും സമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. 4-ാമത്തെ ഭാഗത്തേക്ക് വരാം. ഒടുവിലത്തെ 6-7 വാക്യങ്ങളാണ്. മർക്കോസ് 11-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അത് അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. അതിനെ സംബന്ധിച്ച് യേശു ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നു. അവിടെ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. 20-ാം വാക്യം നോക്കുക. രാവിലെ അവർ കടന്നു പോരുമ്പോൾ, പിറ്റേ ദിവസം രാവിലെ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ എന്ന് യേശു അവരോട് പറഞ്ഞു.
ഇനിയും ചില കാര്യങ്ങൾ കൂടെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ യേശു താഴോട്ട് പറയുന്നുണ്ട്. ഈ ഭാഗം ശ്രദ്ധിക്കുക. യേശുവിൻ്റെ അധികാരവും ശക്തിയും അവിടെ വെളിപ്പെട്ടു. യേശു ഒരു വാക്ക് പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് ആരും ഒരു ഫലവും ഒരിക്കലും ഭക്ഷിക്കാതിരിക്കട്ടെ. ആ വാക്കുകളുടെ മുൻപിൽ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 22, 23 വാക്യങ്ങളിൽ നിങ്ങൾ വിശ്വാസമുള്ളവർ ആയിരിക്കണം എന്ന് യേശു ആജ്ഞാപിക്കുകയാണ്. ഫെയ്ത്ത് എൻജോയിൻഡ്. യു നീഡ് ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം, നിങ്ങളുടെ വിശ്വാസം വളരണം, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. ഇന്ന് രാത്രി നാം ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, മകനെ മകളെ, നിൻ്റെ വിശ്വാസം ഇനി വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് വെച്ചാൽ ദൈവത്തെ സംബന്ധിച്ചോ തിയോളജിയെക്കുറിച്ചോ ഒക്കെയുള്ള ചില ബുദ്ധിപരമായ അറിവോ അംഗീകാരമോ മാത്രമല്ല. പലരെ സംബന്ധിച്ചും വിശ്വാസം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ കാര്യങ്ങളും യേശുവിനെക്കുറിച്ചും ഒക്കെയുള്ള ചില അറിവുകൾ, ആ അറിവുകളെ അംഗീകരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിഖ്യാവിശ്വാസ പ്രമാണം, ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്ന് പറയുമ്പോൾ അതാണോ വിശ്വാസം? അതിനെ വിശ്വാസ പ്രമാണം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പോയിൻ്റായിട്ട് എഴുതിയാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസ പ്രമാണം എന്ന് പറയാം. അതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ യേശു ഉദ്ദേശിക്കുന്ന വിശ്വാസം ആ ഒരു വിശ്വാസ പ്രമാണമോ ബുദ്ധിപരമായ അറിവും അംഗീകാരവും അല്ല. അതിനേക്കാളും കുറച്ചുകൂടെ കടന്നിട്ടുള്ളൊരു കാര്യമാണ്. നാം ഒക്കെ വിശ്വാസമെന്ന് പറയുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നതും ദൈവത്തെ മുറുകെ പിടിക്കുന്നതുമാണ് യഥാർത്ഥ വിശ്വാസം. ട്രസ്റ്റിംഗ് ഗോഡ് ആൻഡ് ക്ലിങ്ങിങ് ഓൺ ടു ഹിം. നമുക്ക് 2 വചനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചു കേൾക്കാം. എഫേസ്യർ 6-ാം അധ്യായം 16-ാം വചനം. വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ള ഒരാജ്ഞയാണ് അവിടെ കാണുന്നത്. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുകയും ടേക്ക് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുകയും നിന്നാൽ കൊള്ളാമെന്നല്ല, അതൊരു കൽപ്പന പോലെയാണ്. നമ്മോട് ആവശ്യപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനം. ഇനിയും എബ്രായർ 6-ാം അധ്യായം 11-ാം വചനം നോക്കുക. ഹീബ്രൂസ് 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അതും ശ്രദ്ധിക്കണമേ. കേവലം ബുദ്ധിപരമായ അറിവും അംഗീകാരവും മാത്രമല്ല. അത് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, പിശാചുക്കളും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാച് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, വിറയ്ക്കുന്നു. പക്ഷേ പിശാചിൻ്റെ ജീവിതത്തിൽ രൂപാന്തരമില്ല, വ്യത്യാസമൊന്നുമില്ല, പഴയ പിശാച് തന്നെയാണ്. നാം എന്തെല്ലാം ആത്മീയ സത്യങ്ങൾ അറിഞ്ഞാലും വിശ്വസിച്ചാലും അംഗീകരിച്ചാലും നമ്മുടെ ജീവിതം അതുകൊണ്ട് മാറുകയില്ല. എന്നാൽ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിക്കുകയും നിസ്സഹായതയോടെ അവനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരളവിലേക്ക് ഈ വിശ്വാസം ഈ കാലങ്ങളിൽ മാറ്റപ്പെടേണ്ടതുണ്ട്. വിശ്വാസത്തിന് ഒരു വളർച്ച ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ ആ ചിന്തയും ഇരിക്കട്ടെ. ദൈവത്തെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. കുരങ്ങിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കുരങ്ങിൻ്റെ കുഞ്ഞുങ്ങൾ തീരെ പൊടിയായിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അതിന് ഓടാനും ചാടാനും ഒന്നുമുള്ള ആരോഗ്യമായിട്ടില്ല. അത് അതിൻ്റെ മാതാവിൻ്റെ വയറ്റത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. ആ കുരങ്ങ് എവിടെയൊക്കെ, തള്ളക്കുരങ്ങ് എവിടെയൊക്കെ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളും അതിൻ്റെ കൂടെ അങ്ങ് പോകും. കാരണം അതിൻ്റെ വയറ്റത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, ആശ്രയം. ഇനി കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഈ കുരങ്ങിൻ്റെ പുറത്ത് കയറിയിരിക്കും. ആ കുരങ്ങ് പോകുന്നിടത്തൊക്കെ അത് പോകും. അങ്ങനെ നിങ്ങളത് കണ്ടു കാണും. ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഇങ്ങനെ മുറുകെ പിടിക്കുന്ന, നിസ്സഹായരായി ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു അനുഭവമാണ്. അത് നാം പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും, ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുകയും അവനെ മുറുകെ പിടിക്കുകയും ചെയ്യണം. നിങ്ങൾക്കറിയാം, പൂച്ചയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ കഴുത്തിൻ്റെ അവിടെയുള്ള തൊലി കടിച്ചു പിടിച്ചുകൊണ്ടങ്ങ് പോകും. അതിനെ കടിച്ചെടുത്തുകൊണ്ടങ്ങ് പോകും. കാരണം ആ കുഞ്ഞുങ്ങൾ തീരെ നിസ്സഹായരാണ്. അതിന് കണ്ണൊന്നും തുറന്നിട്ടില്ല. അത് തീരെ ഹെൽപ്ലെസ് ആണ്. അതിന് പിടിച്ചു കിടക്കാനുള്ള അറിവും കഴിവൊന്നും ആയിട്ടില്ല. അതിനെ കടിച്ചെടുത്തുകൊണ്ടാണ് പൂച്ച നടക്കുന്നത്. ഓരോ ആളുകളും ഓരോ മൃഗങ്ങളും ഓരോ രീതിയിലാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. നാമൊക്കെ വളരെ ബലഹീനരാണ്. നമുക്ക് തീരെ ഒരു കഴിവും ഒരു ബലവും ഇല്ലെങ്കിൽ ദൈവം നമ്മെ തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ടങ്ങ് പോകും, നമ്മെ എടുത്തുകൊണ്ടങ്ങ് പോകും. എന്നാൽ എന്നും നമ്മെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നാം ദൈവത്തിൽ ആശ്രയിച്ച്
മുമ്പോട്ട് പോകുന്നവരായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ആത്മീയമായ വളർച്ചയും പുരോഗതിയും ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 23-ാം വാക്യം നോക്കുക. വേഴ്സ് 23. യേശു പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പരിശീലിക്കണം. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. പ്രയർ ദാറ്റ് മൂവ്സ് മൗണ്ടൻസ്. ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനും ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് അല്ല പ്രാഥമികമായിട്ടും ഇവിടെ നാം വായിക്കുന്നത്. മറിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് വലിയ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തെടുക്കുന്ന കാര്യമാണ് യേശു ഇവിടെ ഊന്നി പറയുന്നത്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളും അതിനകത്ത് വരാം. എങ്കിലും ഇത് യേശു ഒരു ദൃഷ്ടാന്തം പോലെ പറയുകയാണ്. ദൈവത്തിന് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ, സുവിശേഷീകരണത്തിൻ്റെ കാര്യത്തിൽ, സഭയുടെ പണി, ആളുകളെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന കാര്യം, അവരെ പണിത് കൊണ്ടുവരുന്ന കാര്യം, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അവരെ സഹായിക്കുന്ന കാര്യം, ഒരുപാട് കാര്യങ്ങൾ നാം കൈകാര്യം ചെയ്യാറുണ്ട്. ഇതിലൊക്കെയും ചില അസാധ്യ കാര്യങ്ങളെ പ്രാർത്ഥനയാൽ സാധിച്ചെടുക്കുവാനും മലകളെ മാറ്റുവാനുമൊക്കെ ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കാലങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവം മാനുഷികമായിട്ട് ഇതൊക്കെ വലിയ പ്രയാസമുള്ള ഒരു പർവ്വതം പോലെ കാണുന്നു, ഒരു വലിയ മല പോലെ കാണുന്നു. ഇതെങ്ങനെ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അവിടുന്ന് അസാധ്യങ്ങളുടെ ദൈവമാണ്. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. നമുക്ക് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. എല്ലാ കാര്യവും ദൈവമേ അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം എന്ന് ധാരാളം അപേക്ഷകൾ പല ആളുകളും കഴിക്കാറുണ്ട്. എന്നാൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വാസത്തോടെ ദൈവഹിതപ്രകാരം നാം പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വന്തം മോഹങ്ങളിൽ ചെലവിടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? അത് തെറ്റായ പ്രാർത്ഥനാ രീതിയാണ്. യാക്കോബ് 4-ാം അധ്യായം 3-ാം വചനം നോക്കുക. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 3. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അത് തെറ്റായ പ്രാർത്ഥനാ രീതിയാണ്. നിങ്ങളുടെ ലക്ഷ്യം ശരിയല്ല. നിങ്ങളുടെ സ്വന്തം ഭോഗങ്ങളിലും മോഹങ്ങളിലും ഇഷ്ടങ്ങളിലും നിങ്ങളുടെ സ്വന്തം എൻജോയ്മെൻറ്റ്സിലും ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതുവിധ ഒത്തിരി കാര്യങ്ങൾ വേണം. നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് വല്ലാത്ത പ്രാർത്ഥനയാണ്. ദൈവം അതിന് എപ്പോഴും മറുപടി വേണ്ടത്ര തരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് നാം പ്രാർത്ഥിക്കുന്നവരായി തീരേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം ഈ വാക്യങ്ങളിൽ കാണുന്നത് പ്രാർത്ഥനയിൽ ചില കണ്ടീഷൻസ് യേശു പറഞ്ഞു. 25-ഉം 26-ഉം വചനങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുകയും നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ശരിയായിട്ട് ലഭിക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ ഈ വചനങ്ങളിൽ യേശു സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് യേശു സൂചിപ്പിക്കുന്ന വ്യവസ്ഥകൾ? നമുക്ക് നോക്കാം. ഒന്നാമത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. ബിലീവ് ഇൻ ഗാഡ്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. 22-ാം വാക്യത്തിൽ നാം അത് കണ്ടല്ലോ. ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ്. നാം ദൈവത്തിൽ നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, 25-ഉം 26-ഉം വചനങ്ങളിൽ വായിച്ചതുപോലെ മറ്റുള്ളവരോട് അവരുടെ പിഴകളെ നാം ക്ഷമിച്ചു കൊടുക്കണം. ഹൃദയത്തിൽ ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ എല്ലാം ക്ഷമിച്ചു കൊടുത്തുകൊണ്ട്, മറ്റുള്ളവരോട് ഇളച്ചു കൊടുത്തുകൊണ്ട്, ക്ഷമ കൊടുത്തുകൊണ്ട് ജീവിക്കണം. അതൊരു വ്യവസ്ഥയാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാനായിട്ട്. മൂന്നാമത്തെ വ്യവസ്ഥ, നമ്മുടെ സ്വന്തം മോഹങ്ങളിൽ ചെലവിടേണ്ടതിന് വേണ്ടി, സെൽഫിഷ് ഗോൾസിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്, സെൽഫിഷ് മോട്ടീവ്സ്. നാലാമത്തെ കണ്ടീഷൻ, വ്യവസ്ഥ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ പുരോഗതിക്കും വേണ്ടി, അതിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം മറുപടി തരും. ദൃഷ്ടാന്തമായി കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥനയും കൂടെ ഞാൻ വായിച്ച് ഈ ചിന്ത നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. മർക്കോസ് 14-ാം അധ്യായം 36-ാം വചനം. അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ.
എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ പ്രാർത്ഥന ഒരു നിമിഷം ശ്രദ്ധിക്കുക. പിതാവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീക്കി തന്നാൽ കൊള്ളാം, അതാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും എൻ്റെ ആഗ്രഹം നടക്കണമെന്നില്ല, ഞാൻ അതിന് വാശി പിടിക്കുകയില്ല. അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ, അവിടുത്തെ ആഗ്രഹം നിവർത്തിക്കപ്പെടട്ടെ എന്ന് യേശു പറഞ്ഞു. പ്രാർത്ഥന അതിന് മറുപടി ലഭിക്കുകയും അത് സജീവമായി തീരുകയും ചെയ്യണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കണം. ദൈവഹിതപ്രകാരം കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ഇതിൽ നിവർത്തിക്കണമേ, ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, ഇതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ ഇഷ്ടം ആണെങ്കിൽ അത് നൽകണമേ എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? 25-26 വാക്യങ്ങളിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി യേശു പ്രസ്താവിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടോ? ദൈവം നിങ്ങളോട് 10,000 താലന്ത് ക്ഷമിച്ചു. നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് 1 താലന്ത് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളിലുള്ള ദുഷ്ടതയാണത് കാണിക്കുന്നത് എന്ന് യേശു ഒരു ദൃഷ്ടാന്തത്തിൽ പറയുകയുണ്ടായി. ദുഷ്ടദാസനെ എന്നാണ് അവിടെ ആ മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്. ദൈവം 10,000 താലന്ത് എനിക്ക് ക്ഷമിച്ചു തന്നു, എൻ്റെ പാപങ്ങൾ വളരെയധികമായിരുന്നു, അതെല്ലാം കരുണയോടെ ദൈവം ക്ഷമിച്ചു തന്നു. എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ പേരൻസിൻ്റെയോ അയൽക്കാരുടെയോ സഭയിലുള്ള മറ്റ് സഹോദരങ്ങളുടെയോ ഒക്കെ ജീവിതത്തിൽ 1/2 താലന്ത് എന്നോട് കടപ്പെട്ടിരിക്കുന്നു, പക്ഷേ അത് ഞാൻ ക്ഷമിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അത് വല്ലാത്ത കഠിനമായൊരു ഹൃദയമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കുവാനുണ്ടെങ്കിൽ, ക്ഷമിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ആ കാര്യം ശരിയാക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം ദൈവം നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്നാണ് തിരുവചനം പറയുന്നത്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.